ബിൽഡിംഗ് ഓൾറൗണ്ടർ എന്നത് വാട്ടർ പ്രൂഫിംഗ്, ബോണ്ടിംഗ് ഏജന്റ്, പാസിവേറ്റഡ്, റിപ്പയർ മോയ്സ്ചർ, അഡ്മിസ്റ്റർ, സ്ക്രീഡി മുതലായ എല്ലാ രീതിയിലുള്ള ഉപയോഗങ്ങൾക്കും ഒരു അത്ഭുതകരമായ പ്രോഡക്റ്റ് ആണ്. ബിൽഡിംഗ് ഓൾറൗണ്ടറിന്റെ പ്രത്യേകതകൾ: നല്ല ഗ്രിപ്പ് ഉള്ളതാണ്, ലീക്കേജ് തടയാൻ ശ്രേഷ്ഠമായത്, വിള്ളലുകൾ അടയ്ക്കാൻ സഹായിക്കുന്നു, റിപ്പയറിംഗിന് അനുയോജ്യമായത്. ബിൽഡിംഗ് ഓൾറൗണ്ടർ ഉപയോഗിക്കുന്നതിന് മുൻപ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ റെഡിയാക്കി വെക്കണം. ഇത് ഉപയോഗിക്കുന്നതിന് മുൻപ് സുരക്ഷാ കവചങ്ങൾ ധരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഉപയോഗിക്കുന്ന രീതി നമുക്ക് നോക്കാം. ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ പായൽ, അഴുക്ക്, സിമന്റ് പൊടി, പെയിന്റ് ഇവയെല്ലാം ഉണ്ടെങ്കിൽ അതിനെ യന്ത്ര സഹായത്തോടുകൂടി നന്നായി വൃത്തിയാക്കണം. ബോണ്ടിംഗ് ഏജന്റായി ഉപയോഗിക്കുമ്പോൾ ഒരു ഭാഗം ബിൽഡിംഗ് ഓൾറൗണ്ടറിന് ഒരു ഭാഗം സിമന്റ് മിക്സ് ചെയ്യണം. വാട്ടർ പ്രൂഫിംഗ് ആയി ഉപയോഗിക്കുമ്പോൾ ഒരു ഭാഗം ബിൽഡിംഗ് ഓൾറൗണ്ടറിന് 1.5 ഭാഗം സിമന്റ് ഉപയോഗപ്പെടുത്തി 2 കോട്ടിംഗ് അടിക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ചും ആദ്യം ബിൽഡിംഗ് ഓൾറൗണ്ടർ ഒഴിച്ച് പിന്നീട് കുറച്ചായി സിമന്റ് മിക്സ് ചെയ്യണം. റിപ്പയറിംഗ് ജോലികൾക്ക് പോളിമർ മോഡിഫൈഡ് റിപ്പയർ ഉപയോഗിക്കുമ്പോൾ 50 കിലോയുള്ള ഒരു ചാക്ക് സിമന്റിന് 125 കിലോഗ്രാം മണലും 8 മുതൽ 10 ലിറ്റർ വരെ വെള്ളവും 200 മുതൽ 300 ml വരെ ബിൽഡിംഗ് ഡോക്ടർ ഓൾറൗണ്ടറും മിക്സ് ചെയ്ത് ഉപയോഗിക്കണം. ഒരു റിപ്പയർ മോട്ടറായും ഇത് ഉപയോഗപ്പെടുത്താം. പാസിവേറ്ററായി ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു ഭാഗം ബിൽഡിംഗ് ഓൾറൗണ്ടറിന് ഒരു ഭാഗം സിമന്റ് ഉപയോഗപ്പെടുത്തണം. ഫ്ലോർ സ്കീഡായി ഉപയോഗിക്കുമ്പോൾ 50 കിലോയുള്ള ഒരു ചാക്ക് സിമന്റിന് ബിൽഡിംഗ് ഡോക്ടർ ഓൾറൗണ്ടർ 200 മുതൽ 300 ml വരെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. വൃത്തിയാക്കിയിരിക്കുന്ന മുകൾ ഭാഗത്തെ പ്രതലത്തിൽ ബിൽഡിംഗ് ഓൾറൗണ്ടർ ബോണ്ടിംഗ് ഏജന്റായി ഉപയോഗിക്കുമ്പോൾ ആദ്യം മുകൾ ഭാഗം നനച്ച് ബിൽഡിംഗ് ഓൾറൗണ്ടർ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് അതിന്റെ ഈർപ്പം ഉണങ്ങുന്നതിന് മുൻപ് അതിൽ പുതിയ സിമന്റ് തേക്കണം. ഒരുപക്ഷെ ബിൽഡിംഗ് ഓൾറൗണ്ടർ ഉണങ്ങിപ്പോയാൽ അതിന്റെ പുറത്ത് വീണ്ടും ഒരു കോട്ടിംഗ് അടിക്കണം. വാട്ടർ പ്രൂഫിംഗ് ആയി ഉപയോഗിക്കുമ്പോൾ താഴ്ഭാഗത്ത് ഒരു കോട്ടിങ്ങും ചെങ്കുത്തായ രീതിയിൽ ഒരു കോട്ടിങ്ങും എന്നിങ്ങനെ 2 കോട്ടിംഗ് അടിക്കേണ്ടതാണ്. ബിൽഡിംഗ് ഡോക്ടർ അക്വാസിൽ നാനോ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കോട്ടിംഗ് മാത്രമേ ആവശ്യമുള്ളൂ. ബിൽഡിംഗ് ഓൾറൗണ്ടർ കമ്പികളിൽ പാസിവേറ്ററായി ഉപയോഗിക്കുമ്പോൾ അതിന്റെ മുകളിൽ സിമന്റ് തേച്ച് അല്ലെങ്കിൽ സ്ക്രീഡിംഗ് ചെയ്ത് സൂര്യപ്രകാശം തട്ടാതെ അടച്ചു വെക്കണം. ബിൽഡിംഗ് ഓൾറൗണ്ടറിന്റെ ശക്തി ഒരു പരിശോധനയിലൂടെ മനസ്സിലാക്കാം. ഇങ്ങനെയാണ് ബിൽഡിംഗ് ഓൾറൗണ്ടർ നന്നായി പ്രവർത്തിക്കുന്നത്. ബിൽഡിംഗ് ഓൾറൗണ്ടറിന്റെ സ്പോട്ട് ലൈഫ് എന്നത് ടെമ്പറേച്ചറിനും സൈറ്റ് കണ്ടീഷനും അനുസരിച്ച് മാറ്റങ്ങൾക്കനുസൃതമാണ്. ഇത് ഉപയോഗിക്കുന്നതിന് മുൻപ് സ്ക്രീനിൽ കാണുന്ന ഇൻസ്ട്രക്ഷൻസ് തീർച്ചയായും നിങ്ങൾ ഫോളോ ചെയ്യണം. Doctor